നമസ്കാരം. സി ന്യൂസ് ലൈവ് വത്തിക്കാൻ നോട്ടീസിലേക്ക് സ്വാഗതം. ഞാൻ സിസ്ലി ജോൺ. കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാന വത്തിക്കാൻ വാർത്തകൾ. ലോകത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണം മറ്റു മതങ്ങളുടെ പ്രബോധനങ്ങളോടുള്ള ആദരവില്ലായ്മയാണെന്ന് വത്തിക്കാനിൽ നടന്ന സർവ്വമത സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. വാക്കുകൾ പങ്കുവയ്ക്കുന്നത് പോലെ തന്നെ പ്രവൃത്തികളും ഒന്നിച്ചുള്ള യാത്രയ്ക്ക് ആവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സിനഡാലിറ്റിയെ കുറിച്ചുള്ള മെത്രാൻമാരുടെ സിനഡിന്റെ അന്തിമരേഖയോടൊപ്പം മാർപ്പാപ്പയുടെ വിശദീകരണക്കുറിപ്പ്. ഒന്നാം നിഖ്യ സൂനകദോസിന്റെ 1700 വാർഷികത്തോടനുബന്ധിച്ച് തുർക്കി സന്ദർശിക്കാൻ പദ്ധതിയിട്ട് മാർപ്പാപ്പ. ചുറ്റും നാടകീയമായ സംഭവങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ നോട്ടം സ്വർഗത്തിലേക്കായാൽ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അനുകൂലങ്ങളാക്കി മാറ്റാനാവുമെന്ന് മാർപ്പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. ഇനി വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ധർമ്മ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 29, 30 തീയതികളിലായി വത്തിക്കാനിൽ നടന്ന സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുത്തവരെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവ്വമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് വത്തിക്കാനിൽ ലോകമത പാർലമെന്റ് നടത്തിയത്. മതാന്തര സംവാദത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ പിന്തുണയോടെ നടന്ന സമ്മേളനത്തിന്റെ പ്രമേയം മതങ്ങൾ ഒരുമിച്ച് നല്ല മാനുഷികതയ്ക്ക് വേണ്ടി എന്നതായിരുന്നു. വ്യത്യസ്തകൾ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങളെ ശക്തമായ ഭാഷയിൽ മാർപ്പാപ്പ അപലപിച്ചു. വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾക്കിടയിൽ ആത്മീയ സത്യങ്ങളും മൂല്യങ്ങളും പങ്കുവയ്ക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞു. അസഹിഷ്ണുതയും വിദ്വേഷവും വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് മതാന്തര സംവാദങ്ങൾക്കുള്ള പ്രസക്തി ഫ്രാൻസിസ് മാർപ്പാപ്പ അടിവരയിട്ട് പറഞ്ഞു. മറ്റു മതങ്ങളുടെ ശ്രേഷ്ഠമായ പ്രബോധനങ്ങളോടുള്ള ആദരവില്ലായ്മയാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന പല അസ്വസ്ഥതകൾക്കും കാരണമാകുന്നതെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത മത നേതാക്കളോടും പ്രതിനിധികളോടും മാർപ്പാപ്പ പറഞ്ഞു. ഏകദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നാം പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നും സഹോദര്യത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും മനോഭാവത്തോടെ വൈവിധ്യങ്ങളെയും വ്യത്യാസങ്ങളെയും ആദരിക്കണമെന്നും പരസ്പരം കരുതലാവുന്നതോടൊപ്പം നമ്മുടെ പൊതുഭവനമായ ഭൂമിയെ പരിപാലിക്കണമെന്നതുമാണ് എല്ലാ മതങ്ങളും പങ്കുവയ്ക്കുന്ന അടിസ്ഥാന സത്യമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഇത് അവഗണിക്കുന്നതാണ് ലോകം കലുഷിതമാകാനുള്ള കാരണമെന്ന് പാപ്പ പറഞ്ഞു. സിനഡാലിറ്റിയെ കുറിച്ചുള്ള മെത്രാൻമാരുടെ സിനഡിന്റെ അന്തിമരേഖയോടൊപ്പം വിശദീകരണക്കുറിപ്പും പ്രസിദ്ധീകരിച്ച മാർപ്പാപ്പ സിനഡാനന്തര രേഖ സഭയെ പരമേൽപ്പിക്കുന്നതായും അതിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും ക്രിയാത്മകമായി നടപ്പിലാക്കണമെന്നും സിനഡിന്റെ മുഖ്യ പ്രമേയങ്ങളായ കൂട്ടായ്മ, പങ്കാളിത്തം, മിഷൻ എന്നിവയിൽ പുതിയ പ്രതിബദ്ധത ആവശ്യമാണെന്നും പ്രസ്തുത കുറിപ്പിലൂടെ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. 2021 ഒക്ടോബറിലായിരുന്നു സിനഡാലിറ്റിയെ കുറിച്ചുള്ള മെത്രാൻമാരുടെ സിനഡിന്റെ പ്രഖ്യാപനം പരിശുദ്ധ പിതാവ് നടത്തിയത്. ലോകവ്യാപകമായ വിവിധ പ്രദേശങ്ങളിലും ഘട്ടങ്ങളിലുമായി സിനഡിന് ഒരുക്കമായുള്ള സമ്മേളനങ്ങൾ നടന്നു. തുടർന്ന് വത്തിക്കാനിൽ നടത്തപ്പെട്ടതും 2 വർഷം നീണ്ടുനിന്നതുമായ സിനഡിന്റെ ജനറൽ അസംബ്ലിയുടെ സമ്മേളനങ്ങൾ 2024 ഒക്ടോബറിൽ പൂർത്തിയായി. അതോടനുബന്ധിച്ചാണ് സിനഡ് തീരുമാനങ്ങളുടെ അന്തിമരേഖ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സിനഡ് അസംബ്ലി സമാപിച്ചിരിക്കുന്നതിനാൽ അതിന്റെ അന്തിമരേഖയും അതിലുള്ള നിർദ്ദേശങ്ങളും പ്രാദേശിക സഭാ കൂട്ടായ്മകളെ തിരികെ ഏൽപ്പിക്കുന്നതായി മാർപ്പാപ്പ പറഞ്ഞു. അവ വിവേചന ബുദ്ധിയോടും ക്രിയാത്മകതയോടും പ്രാദേശിക സാഹചര്യങ്ങളോടുള്ള ആദരവോടും കൂടി നടപ്പിൽ വരുത്തണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടു. പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിലുള്ള പ്രബോധനാധികാരത്തിന്റെ ഭാഗമായുള്ളതാണ് ഈ രേഖ. അതിനാൽ അതിന്റെ പ്രാമാണിക സ്വഭാവം ആദരിക്കപ്പെടേണ്ടതാണെന്ന കാര്യവും മാർപ്പാപ്പ വിശദീകരിച്ചു. കർശനമായ മാനദണ്ഡങ്ങളല്ല, മറിച്ച് വിവിധ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കപ്പെടേണ്ട വ്യത്യസ്തങ്ങളായ നിർദ്ദേശങ്ങളാണ് അതിലുള്ളതെന്നും പാപ്പ പറഞ്ഞു. ഒന്നാം നിഖ്യ സൂനകദോസിന്റെ 1700 വാർഷികത്തോടനുബന്ധിച്ച് അടുത്ത വർഷം തുർക്കി സന്ദർശിക്കാൻ മാർപ്പാപ്പ പദ്ധതിയിടുന്നു. പ്ലീനറി സെഷനിൽ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ദൈവശാസ്ത്ര കമ്മീഷനിലെ അംഗങ്ങൾക്കൊപ്പം വത്തിക്കാനിൽ നടന്ന ചർച്ചയ്ക്കിടയിലാണ് തുർക്കിയിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായി പാപ്പ വെളിപ്പെടുത്തിയത്. ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ ആദ്യ എക്യുമെനിക്കൽ സമ്മേളനമായ നിഖ്യ സൂനകദോസ് AD 325 നടന്നത്. നിഖ്യ പ്രദേശം ഇപ്പോൾ ഇസ്നിക് എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്താംബൂളിൽ നിന്ന് 150 കിലോമീറ്റർ തെക്ക് കിഴക്കാണിത്. നിഖ്യയിലെ നിലവിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു രേഖ തയ്യാറാക്കുന്നത് പ്രധാനമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ജൂബിലി വർഷത്തിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നതിനും പുതിയ സാംസ്കാരികവും സാമൂഹികവുമായ മാതൃകയ്ക്ക് തുടക്കമിടുന്നതിനും ഇത്തരമൊരു രേഖ വിലപ്പെട്ടതായേക്കാമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ചരിത്രത്തിലെ ആദ്യത്തെ എക്യുമെനിക്കൽ കൗൺസിൽ 325 മെയ് 20 മുതൽ ജൂലൈ 25 വരെ നിഖ്യയിൽ നടന്നു. ഇനി മാർപ്പാപ്പായുടെ ഞായറാഴ്ച സന്ദേശം. ദൃഷ്ടികൾ സ്വർഗത്തിലേക്ക് തിരിക്കാനും നമ്മുടെ ഭാരങ്ങൾ വഹിക്കുകയും യാത്രയിൽ നമ്മെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന കർത്താവിനായി ഹൃദയങ്ങൾ തുറക്കാനുമുള്ള പ്രചോദനം നൽകി മാർപ്പാപ്പ. ആഗമനകാലത്തിലെ ആദ്യ ഞായറാഴ്ച പതിവ് പോലെ ത്രികാല പ്രാർത്ഥനയോടനുബന്ധിച്ചുള്ള വചന സന്ദേശം നടത്തുകയായിരുന്നു പാപ്പ. ചുറ്റും നാടകീയമായി സംഭവങ്ങൾ നടന്നാലും നമ്മുടെ നോട്ടം സ്വർഗത്തിലേക്ക് മാത്രമായിരിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ജീവിതയാത്രയിൽ നാം നേരിടുന്ന വെല്ലുവിളികളെല്ലാം അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്ന് പാപ്പ പറഞ്ഞു. ആകുലതകൾ നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുകയും ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശു ആകട്ടെ തല ഉയർത്തി നിൽക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. തന്റെ സ്നേഹത്തിൽ ശരണപ്പെടാനും ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും നമ്മെ തന്നിലേക്ക് അടുപ്പിക്കാനുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നമ്മെ വീണ്ടും പ്രത്യാശയാൽ നിറയ്ക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഇടം തരുമോ എന്ന് അവിടുന്ന് ചോദിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും വഴികളിൽ നമ്മെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്താനുള്ള അവസരമായി ഈ ആഗമനകാലം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചു. ഇതോടുകൂടി വത്തിക്കാൻ നോട്ടീസ് ഇവിടെ അവസാനിക്കുന്നു. വത്തിക്കാൻ വാർത്തകൾ വീണ്ടും അടുത്തയാഴ്ച.